സുരക്ഷയൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ്. സ്ക്വയർ ട്യൂബ്സ്, റൂഫിംഗ് ഷീറ്റ്സ്, ആംഗിൾസ്, പൈപ്സ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സുരക്ഷാ ട്രേഡേഴ്സ്, കിള്ളിമംഗലം പാലത്തിന് സമീപം. ഫോൺ 9495132306. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒരു കുറുവ സംഘമാണ് ഇവിടെ ഭരിക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് UDF. ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കുറുവ സംഘമാണെന്നും ഇത്തരം കുറുവ സംഘത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ. എന്തിനേറെ പറയുന്നു, ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി വികസന മുരടിപ്പിന് നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ നികുതി പണം മേടിച്ച് കട്ട മുതൽ പങ്കുവെക്കും പോലെ ഇവിടുത്തെ ഭരണപക്ഷം 12 പേർ ഇരുന്ന് പങ്കുവെക്കുകയും ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒരു കുറുവ സംഘമാണ് ഇവിടെ ഭരിക്കുന്നത്. ആ കുറുവ സംഘത്തെ ചേലക്കരയിലെ ജനങ്ങൾ തിരിച്ചറിയണം, ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന വ്യക്തിഗത ആനുകൂല്യങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും അവലോകന യോഗമാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചത്. പ്രതിപക്ഷം ചോദിച്ച ലളിതമായ ചോദ്യങ്ങൾക്ക് പോലും ഭരണപക്ഷം ഉത്തരം തന്നില്ലെന്നും വികസന മുരടിപ്പിന് നേതൃത്വം കൊടുക്കുകയാണ് ഭരണപക്ഷം ചെയ്യുന്നതെന്നും UDF ആരോപിച്ചു. പ്രതിപക്ഷത്തെ 9 മെമ്പർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഒരു മറുപടി പറയാൻ പോലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ പ്രസിഡന്റിനോ മറ്റു ഭരണപക്ഷത്തെ ആളുകൾക്കോ കഴിയുന്നില്ല. നിങ്ങൾ വളരെ ലളിതമായൊരു ചോദിച്ച ചോദ്യം, ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് എത്ര റിപ്പയർ ജനറൽ വിഭാഗത്തിന് കൊടുക്കുന്നുണ്ട്, അത് ആലോചിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കട്ടിൽ കൊടുക്കുന്നുണ്ട്, അത് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മുട്ടക്കോഴിയായാലും ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും വ്യക്തമായൊരു മറുപടി തരാൻ ഇവിടുത്തെ ഭരണപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ അവസ്ഥ. അതുപോലെ തന്നെ ചേലക്കര പങ്ങാരപ്പള്ളി റോഡ് കാലങ്ങളായി ഇടിഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ തോന്നൂർക്കര തോട്ടേക്കോട് റോഡ് വളരെ കുണ്ടും കുഴിയായി കിടക്കുന്നു. ജനങ്ങളെല്ലാം എന്നും ജനങ്ങൾ ഞങ്ങളോടെല്ലാം ജനപ്രതിനിധികളോട് ഇത് എന്താ ചോദിക്കുക. പാവപ്പെട്ടവന്റെ നികുതി പണം കൈപ്പറ്റി 12 പേരടങ്ങുന്ന ഭരണപക്ഷം പങ്കുവെക്കുകയാണെന്നും പ്രതിപക്ഷം തുറന്നടിച്ചു. ചേലക്കരയിലെ ജനങ്ങളെ ഒന്നായി കാണാതെ ചേലക്കരയിലെ 9 വാർഡിലെ ജനങ്ങളെ മറ്റൊരു ആളുകളായും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷമെന്നും ഭരണപക്ഷമെന്നും കാട്ടിക്കൊണ്ട് തൻ്റെ ഇടത്തോടു കൂടി പലതും കാണിക്കാം, അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് കാണിക്കാം എന്ന തോന്നിവാസമാണ് ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് നടക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ സമര പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും മുന്നിലുണ്ടാകും. തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഈ ചേലക്കരയിൽ കാണാൻ പോകുന്ന സമരങ്ങളും അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനഹിതത്തിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അതിരൂക്ഷമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ, അംഗങ്ങളായ എ അസനാർ, ടി എ കേശവൻകുട്ടി, PC മണികണ്ഠൻ, സതീഷ് മുല്ലയ്ക്കൽ, നിർമ്മല, ഗീത ഉണ്ണികൃഷ്ണൻ, സുമതി മൊടായിക്കൽ എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. 1996 ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത അന്ന് ചേലക്കര പഞ്ചായത്തിലെ 5ഓ 6ഓ റോഡുകളിൽ ഉൾപ്പെട്ടതാണ് ചേലക്കര പങ്ങാരപ്പള്ളി നെല്ലിക്കുന്ന് കോളനി റോഡ്. ഇന്ന് ആ റോഡിൻ്റെ അവസ്ഥ ചീപ്പാറ മുതൽ അന്തിമഹാകളങ്കാവ് വരെ ഒരു വാഹനം പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആ റോഡിന് വേണ്ടി 1 രൂപ വയ്ക്കാൻ ജില്ലാ പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല എന്ന ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വിട്ടുപോയ 1-2 കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായി കത്തിക്കാൻ പോലും ഈ 4 വർഷക്കാലം കൊണ്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ റേഷൻ കടയിൽ പോയി അരി വാങ്ങുന്നത് പോലെയാണ്
5 കിലോ അരി അതല്ലെങ്കിൽ 10 കിലോ അരി എന്ന രീതിയിലാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ 25 ലൈറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ലൈറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 ലൈറ്റ്, ഈ രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് നടക്കുന്നത്. തീർച്ചയായും ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ആളുകൾ അമ്പലത്തിൽ പോയി കുളിച്ച് വീടുകളിലേക്ക് വരാൻ ഇന്ന് ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണ് ഈ ചേലക്കര പഞ്ചായത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യം, അതുപോലെ തന്നെ മറ്റ് വന മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ കാട്ടാനയുടെ ശല്യം, ഇതിനൊന്നും ചെവിക്കൊള്ളാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇവിടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.